ഫ്ലാഷ് ബാക്ക്. പടം കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഉള്ളതാണ് ഈ പറഞ്ഞത്. എന്തായാലും നിങ്ങൾ ലാസ്റ്റ് സിനിമ കണ്ടിറങ്ങുമ്പം നിങ്ങൾക്ക് എന്തായാലും നിങ്ങളൊരു ഹാപ്പി ആയിട്ടായിരിക്കും നിങ്ങൾ ചെറിയ രോമാഞ്ചം. അതെ. അത് ആലോചിക്കുമ്പോ എനിക്ക് ഇപ്പോഴും രോമാഞ്ചം. അഖിൽ NRD അദ്ദേഹമാണ് കൂട്ടത്തിലെ കൊമ്പൻ. സഹിക്കാൻ പറ്റില്ല ടു ബി ഫ്രാങ്ക്. കോമഡി മുഴുവൻ ഹൊറർ മുഴുവൻ കോമഡിയും ആയിപ്പോയി എന്നുള്ളതാണ്. നീയൊക്കെ നന്നായിട്ട് അഭിനയിക്കും അല്ലേ? ശ്രമിച്ചാൽ ഒരു ഓസ്കാർ വരെ കിട്ടുമല്ലോടാ. ഞങ്ങളുടെ ആക്ടിംഗ് ഒക്കെ റിയലിസ്റ്റിക് ആയിരുന്നു. അമാച്വറിഷ് ആക്ടിങ്, അതായത് അഭിനയിക്കാൻ അറിയില്ല. എന്തോ തപ്പുന്നേ? എടാ മികച്ച നടനുള്ള അവാർഡ്. അയ്യോ അതൊന്നും വേണ്ട. എണീച്ച് പോടാ എണീച്ച്. അതിന്റെ അഭിനയം ആദ്യത്തെ സിനിമയാണ്, മനസ്സിലാക്കാം. അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക് കേളുമൂപ്പരെ. പക്ഷെ എന്നാലും ഇത് നമ്മള് റീൽസ് ഇട്ടിട്ട് ഷെയറും കമന്റ്സും വാങ്ങിക്കുമ്പോഴല്ലോ, ഇത് വലിയ സ്ക്രീനല്ലേ, ഇത് 4Kയിലും ഒക്കെ ആൾക്കാർ വലിയ സ്ക്രീനിൽ കാണുമല്ലേ നിങ്ങളെ ക്ലോസപ്പും നിങ്ങളെ ഫേസും എക്സ്പ്രഷൻസും അഭിനയമൊക്കെ. അപ്പൊ എക്സ്പോസ്ഡ് ആവും. ശവത്തെ കുത്തരുത്. 4 റീൽസ് എടുത്ത് 4 ഞാൻ ഉദ്ദേശിച്ചത് കുറെ എടുത്ത് കാണായിരിക്കും. റീൽസ് അല്ല പരിപാടി, സിനിമ. അതിനുള്ള ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഈ സിനിമ. പറ്റുന്ന പണിക്ക് പോയാ പോരാ. എന്തായിരുന്നു ആവേശം. ഫ്ലാഷ് ബാക്ക്. സിനിമ കണ്ടിറങ്ങുമ്പം നിങ്ങൾക്ക് എന്തായാലും നിങ്ങളൊരു ഹാപ്പി ആയിട്ടായിരിക്കും നിങ്ങൾ ചെറിയ രോമാഞ്ചം. അതെ. കാലത്ത് തന്നെ വെറും വയറ്റിൽ എന്നെ കൊണ്ട് തെറി പറയിപ്പിക്കരുത്. കമ്പയർ ടു മറ്റ് 2 പേര്. പക്ഷെ അഖിൽ NRD എൻ്റെ പൊന്നോ, ആദ്യത്തെ ഒരു 3/4 മണിക്കൂർ ഇത്രയും സമയം ആസഹിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്ക്രീനിൽ നോക്കാൻ തോന്നില്ല. ഇവിടുത്തെ പണി പോയി.